നമസ്കാരം. ഭാരതം വിദേശത്തു നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തരമായോ ഒരു വൻ സുരക്ഷാ ഭീഷണി ഇപ്പോൾ നേരിടുന്നുണ്ടോ? ഭാരതത്തിനുള്ളിൽ വലിയ തോതിൽ തീവ്രവാദി ആക്രമണങ്ങളും അതിനെ തുടർന്ന് അട്ടിമറി ശ്രമങ്ങളും നടത്താൻ ഭാരതത്തിനുള്ളിൽ തന്നെ രാജ്യവിരുദ്ധ ശക്തികൾ ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? ഇത്തരം ചില സംശയങ്ങൾ അസ്ഥാനത്തല്ല എന്നാണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മൾ നേരിട്ട് കാണുന്നത് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദില്ലിയിൽ നടക്കുന്ന തിരക്കിട്ട ചർച്ചകൾ, ചില വളരെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കാര്യമായ എന്തോ ഒരു ഭീഷണി ഭാരതം നേരിടുന്നു എന്നതും അതിനെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഭാരതത്തിനുള്ളിൽ ശക്തമായ നീക്കങ്ങൾ നടക്കുന്നു എന്നും വേണം മനസ്സിലാക്കാൻ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇന്ന് മാർച്ച് 30 കഴിഞ്ഞ 3 ദിവസങ്ങളായി ദില്ലിയിൽ നടന്ന ചില മീറ്റിങ്ങുകളുടെ പാറ്റേൺ നിങ്ങളൊന്ന് നോക്കുക. മാർച്ച് 27 ദില്ലിയിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. ആ മീറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അത് ഭാരതത്തിനുള്ളിലെ സപ്ലൈ ലൈനുകളെ ബാധിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ, അതെങ്ങനെ തീർക്കാൻ സാധിക്കും, ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും, ഒരു രാജ്യമെന്ന നിലയിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം ഭാരതത്തെ എങ്ങനെ ബാധിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തു എന്നുള്ളത് ഭാരത സർക്കാരിൻ്റെ പത്രക്കുറിപ്പിലൂടെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിനപ്പുറം ഭാരതത്തിനുള്ളിൽ നടക്കുന്ന ഒരു വലിയ സുരക്ഷാ ഭീഷണി സംബന്ധിച്ച ചില നീക്കങ്ങൾ കൂടി പ്രധാനമന്ത്രി ചില മുഖ്യമന്ത്രിമാരുമായി നേരിട്ട് ചർച്ച ചെയ്തതായിട്ട് ദില്ലിയിൽ തന്നെ ചില മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ ഉണ്ടായ ഒരു റിപ്പോർട്ടല്ല, വെറുതെ ഉണ്ടായ ഒരു ചർച്ചയുമല്ല. അതിൻ്റെ അടുത്ത ദിവസങ്ങളിലെ 2-3 മീറ്റിങ്ങുകളുടെ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് നോക്കുക. മാർച്ച് 27 ഈ മീറ്റിംഗ് നടക്കുന്നു. മാർച്ച് 28 29 നടന്ന മീറ്റിങ്ങുകളുടെ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാർച്ച് 28 വേറൊരു ഹൈ ലെവൽ സെക്യൂരിറ്റി മീറ്റിംഗ് ദില്ലിയിൽ നടക്കുന്നു. ഹൈ ലെവൽ സുരക്ഷാ മീറ്റിംഗാണ്. ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്ന മീറ്റിംഗാണ്. ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന ആരാണ്? മുഖ്യ ദേശീയ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവലാണ് ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണ്? ഇൻ്റലിജൻസ് ഏജൻസികളുടെ മേധാവികൾ, അതേപോലെ 3 സർവീസ്, ആർമി, എയർഫോഴ്സ്, നേവി, അതിൻ്റെ ആ സേനാ വിഭാഗങ്ങളുടെ മേധാവികൾ, ഒപ്പം CDS ജനറൽ അനിൽ ചൗഹാൻ, അദ്ദേഹം ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അതേപോലെ ചില വളരെ പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരും ശ്രീ അജിത് ഡോവൽ സംഘടിപ്പിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്ത പ്രകാരം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. പക്ഷേ ഈ മീറ്റിങ്ങിൽ മറ്റൊരു വളരെ VIP അതിഥി കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പങ്കാളി കൂടി ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ഈ മീറ്റിങ്ങിൽ ഉടനീളം അദ്ദേഹവും പങ്കെടുത്തു. മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് ശ്രീ അജിത് ഡോവലാണെങ്കിലും ആ മീറ്റിങ്ങിൽ ഒരു ശ്രോതാവെന്ന നിലയിലും ഇടയ്ക്ക് ചില ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതേ മാർച്ച് 28 മറ്റൊരു മീറ്റിങ്ങും ദില്ലിയിൽ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഇൻഫോർമൽ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് IGOM-ൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ആ മീറ്റിങ്ങിലും പ്രധാനമായിട്ട് പുറത്തു പറയുന്നത് നമ്മളുടെ പശ്ചിമേഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ആണ്. അതെങ്ങനെ ഭാരതത്തെ ബാധിക്കും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മീറ്റിംഗ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ IGOM മാർച്ച് 28 മാത്രമല്ല, ഇന്നലെ മാർച്ച് 29 അതേ മീറ്റിംഗ് കൂടി എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ മീറ്റിങ്ങിൽ പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിനോടൊപ്പം നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ, നമ്മളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുത്തു. അതേപോലെ പാർലമെൻറ്റ് അഫയേഴ്സ് മിനിസ്റ്റർ ശ്രീ കിരൺ റിജ്ജു പങ്കെടുത്തു. ഇവരോടൊപ്പം പെട്രോളിയം മിനിസ്റ്റർ ശ്രീ ഹർദീപ് സിംഗ് പുരി പങ്കെടുത്തു. ഇവരോടൊപ്പം കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മിനിസ്ട്രിയുടെ പ്രകാശ് നദ്ദ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയും ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി, അതായത് 28 29 ആവർത്തിച്ച് 2 ദിവസം ഉണ്ടായത്. ഈ മീറ്റിങ്ങുകളിലും പശ്ചിമേഷ്യയ്ക്കപ്പുറം ചില ആഭ്യന്തര ഇഷ്യൂസും ആഭ്യന്തര ഭീഷണികളും ചർച്ച ചെയ്തു എന്നാണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ ചില മീറ്റിങ്ങുകൾ മാർച്ച് 28 29 നടക്കുന്നു.
മാർച്ച് 27-ാം തീയതി മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. ആ യോഗത്തിൽ തീർച്ചയായും കേരളം, തമിഴ്നാട്, അസം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുത്തിട്ടില്ല, കോഡ് ഓഫ് കണ്ടക്റ്റ് ഉള്ളതുകൊണ്ട്. ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാരും പങ്കെടുത്ത മീറ്റിങ്ങിലും ഭാരതത്തിനുള്ളിൽ ഉണ്ടാകുന്ന ചില ആഭ്യന്തര ഭീഷണികളെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ പ്രധാനമന്ത്രി പറയുന്നു. ഇനി ഇതോടൊപ്പം അല്ലെങ്കിൽ ഈ ഔദ്യോഗിക മീറ്റിങ്ങുകളുമായി നേരിട്ട് ബന്ധപ്പെടാൻ പറ്റില്ലെങ്കിലും ഒരു രസകരമായ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം കൂടി മാർച്ച് 28-ാം തീയതി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സേനാ വിഭാഗം മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം ദില്ലിയിൽ ഈ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കാണ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അദ്ദേഹം പൂജകളിൽ പങ്കെടുക്കുന്നു. അദ്ദേഹം തിരിച്ചിറങ്ങിയപ്പോൾ പറഞ്ഞത്, ഞാൻ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും നമ്മളുടെ പട്ടാളക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുമാണ് പ്രാർത്ഥിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കാര്യമായ എന്തോ ഒരു ഭീഷണി നമ്മൾ നേരിടുന്നു, അല്ലെങ്കിൽ കാര്യമായ എന്തോ ഒന്ന് സംഭവിക്കുന്നതിനെ ചെറുക്കാൻ വേണ്ടി രാജ്യം ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ രാജ്യം അതിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് തൊട്ടു പിന്നാലെ രാജ്യത്താകമാനം സുരക്ഷാ സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം സേനാ വിഭാഗങ്ങൾക്ക് മാത്രമല്ല, വിവിധ പോലീസ് സേനകൾക്ക്, പ്രത്യേകിച്ച് അതിർത്തി ഉള്ള സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾക്ക്, അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക്, CRPF, BSF പോലെയുള്ള അർദ്ധ സൈനിക വിഭാഗങ്ങൾക്ക്, ഇൻ്റലിജൻസ് ഏജൻസികൾക്കെല്ലാം ശക്തമായി ശ്രദ്ധിക്കുക, കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുക എന്ന തരത്തിലുള്ള നിർദ്ദേശം പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വശം. ഇനി ഇതെന്തുകൊണ്ടാണ് ഇത്തരം വികാസങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ഇത്തരം ഭീഷണികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിന് 5 ദിവസം മുമ്പുണ്ടായ ഒരു സംഭവം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. നമുക്ക് നിരവധി ആഭ്യന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ വേറെ. 5 ദിവസം മുമ്പ് കേരളത്തിൽ കാര്യമായ ചർച്ചയില്ലാത്ത ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വലിയ ചാരശൃംഖലയെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. ആ ചാരശൃംഖലയിൽപ്പെട്ട 22ഓളം ചെറുപ്പക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ 22 ചെറുപ്പക്കാർ എല്ലാവരും ചെറുപ്പക്കാരാണ്. അതിൽ ചിലർ, ഒരു 5 പേരെങ്കിലും പ്രായപൂർത്തിയാകാത്തവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഫോട്ടോകൾ എടുക്കുകയും വീഡിയോ എടുക്കുകയും ആ വീഡിയോകളെല്ലാം ഇൻ്റർനെറ്റ്, വാട്സാപ്പ് വഴി ഇവർ പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. പക്ഷേ ഇവർ എന്ത് തരം ഫോട്ടോകളാണ് എടുത്തത്? ഇവർ വളരെ കൃത്യമായിട്ട് നമ്മളുടെ ദേശീയ പാതകളുടെ, അതേപോലെ നമ്മളുടെ ട്രെയിനുകളുടെ, അതായത് നമ്മളുടെ റെയിൽവേ ലൈനുകളുടെ, ട്രെയിനുകളുടെ, അതേപോലെ നമ്മളുടെ പവർ ഇൻസ്റ്റലേഷൻസ്, എനർജി പ്രൊഡ്യൂസിങ് സെൻറ്റേഴ്സ്, നമുക്ക് വൈദ്യുതി ഉൽപ്പാദനമുണ്ട്, ഊർജ ഉൽപ്പാദനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ഇതിൻ്റെയൊക്കെ ഫോട്ടോകളാണ് അല്ലെങ്കിൽ വീഡിയോകളാണ് ഇവർ എടുത്തുകൊണ്ടിരുന്നത്. ഈ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ പറയുന്നത് 50ഓളം ക്യാമറകൾ ജമ്മു കശ്മീർ ഹൈവേയിൽ, ദില്ലിയിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുന്ന ഹൈവേയിലും ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്ന പാതകളിലും സോളാർ പവറോട് കൂടിയ CCTV ക്യാമറകൾ 50 എണ്ണം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു ഇവർ എന്നാണ് ഈ ചോദ്യം ചെയ്യലിൽ ഈ കുട്ടികൾ പറഞ്ഞത്. ഈ CCTV എന്തിനാണ് സോളാർ പവർ CCTV വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ലൈവായിട്ടുള്ള വിഷ്വൽസ് ഇവർക്ക് പാകിസ്ഥാനിലേക്ക് അയക്കാൻ സാധിക്കും. ആ ലൈവ് വിഷ്വൽസ് എന്തിനാണ്? തീർച്ചയായിട്ടും നമ്മുടെ പട്ടാള മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയാണ്. നമ്മളുടെ സൈന്യത്തിൻ്റെ വിന്യാസം മാത്രമല്ല, സൈന്യം ദേശീയപാതയിലൂടെ നടത്തുന്ന നീക്കങ്ങൾ, അവരെങ്ങോട്ട് പോകുന്നു, എത്ര ട്രക്കുകളുണ്ട്, ആരൊക്കെയാണ്, ഈ നീക്കങ്ങൾ കൃത്യമായിട്ട് ലൈവായിട്ട് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലൈവ് ക്യാമറകൾ വെക്കാൻ ഇവർ തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ നീക്കങ്ങളിലായിരുന്നു. ഒന്നും നടന്നില്ല എന്ന് വിചാരിക്കരുത്. ഹരിയാനയിലെ സോണിപ്പത്തിലും അതേപോലെ ദില്ലിയിലെ ഇതുവരെ പേര് പുറത്തു പറയാത്ത 1-2 സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ലൈവ് ക്യാമറകൾ ഇപ്പോൾ തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു. ഇതിലൊന്ന് ഹരിയാനയിലെ സോണിപ്പത്തിൽ പിടിച്ചത് കൻ്റോൺമെൻറ്റ് ഏരിയയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ക്യാമറ പിടിച്ചെടുത്തത്. അപ്പോൾ ഇതൊരു വലിയ ശൃംഖല ആണ് ഈ പറയുന്ന. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർക്ക് 20,000 മുതൽ 1,00,000 രൂപ വരെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന ക്യാമറകൾ ഫോട്ടോ എടുക്കാനും സ്റ്റിൽ എടുക്കാനും. ഈ ചെറുപ്പക്കാരാകുമ്പോൾ അവർ വീഡിയോ ചെയ്യുന്നവരാണ്, ബ്ലോഗ് ചെയ്യുന്നവരാണ്,
ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇൻസെൻറ്റീവാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ചെറുപ്പക്കാരിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് സുഹൈൽ മാലിക്, നൗഷാദ് അലി, സമീർ എന്ന് പറയുന്ന ബുള്ളറ്റ് സമീർ, ഇങ്ങനെ 3 പേരാണ് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ഇവരെ നിയന്ത്രിച്ചത്. ഈ 3 പേരും ISIയുടെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് ഈ പറയുന്ന ദേശീയപാതയിലെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, അത് പ്രത്യേകിച്ച് കശ്മീർ മേഖലയിലേക്കുള്ള നീക്കങ്ങൾ അറിയാൻ വേണ്ടി CCTV സ്ഥാപിക്കാനുള്ള വൻ പദ്ധതി എന്ന് പറയുമ്പോൾ ഇതത്ര ചെറിയ കാര്യമല്ല. ഈ ചെറുപ്പക്കാരിൽ ചില ആൾക്കാർ പുൽവാമ സന്ദർശിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ദില്ലിയിൽ തന്നെ കഴിഞ്ഞ നവംബറിലുണ്ടായ ഒരു വലിയ സ്ഫോടനം, ഒരു ഡോക്ടർ ആയ ഒരു ഭീകരവാദി കൊല്ലപ്പെട്ട സ്ഫോടനം, ആ സ്ഫോടനം നടന്നു കഴിഞ്ഞപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഒരു വൻ സ്ഫോടന പദ്ധതിയായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. ഭാരതത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ ഒരേ സമയത്ത് ട്രക്കുകളിൽ നിറച്ച വലിയ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള ഒരു വൻ സ്ഫോടനം, രാജ്യത്തെ ഒന്ന് പിടിച്ചു കുലുക്കുക, ഭരണകൂടത്തെ ഒന്ന് അസ്ഥിരപ്പെടുത്തുക, ഇതാണല്ലോ അവരുടെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ജനങ്ങൾ, ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളാൽ പ്രേരിതരായിട്ടുള്ള ആൾക്കാർ, ദില്ലിയിലൊക്കെ നമ്മൾ ദില്ലി കലാപത്തിൻ്റെ സമയത്ത് കണ്ടതുപോലെയുള്ള ആൾക്കാർ തെരുവിലിറങ്ങുക, അതോടുകൂടി സർക്കാർ താഴെ വീഴുമെന്നും രാജ്യത്തൊരു വലിയ മായ ഒരവസ്ഥ സംജാതമാകുമെന്നും ഒക്കെയാണ് ഇവരുടെ പ്ലാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു കോപ്പുകൂട്ടൽ അല്ലെങ്കിൽ ഇതിനൊക്കെ രംഗമൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ദില്ലി സ്ഫോടനം നടന്നില്ല, ദില്ലിയിൽ ഒരു സ്ഫോടനം മാത്രമേ നടന്നുള്ളൂ, വലിയ മറ്റ് സ്ഫോടന പരമ്പരകൾക്കുള്ള സാധ്യതകളൊക്കെ അതോടെ ഇല്ലാതായി. അതേപോലെ തന്നെ ഗുജറാത്തിൽ അതേ സമയത്ത് വലിയ തോതിൽ വിഷവാതകം ഉപയോഗിച്ച് ജനങ്ങളെ അപകടപ്പെടുത്താൻ ഒരു വൻ പദ്ധതി നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾ തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 3ാമത്തെ പദ്ധതിയാണ്. 3ാമത്തേതാണ്. ഇത് എന്തിനാണ് എന്നുള്ളത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ മാത്രമേ സർക്കാരിന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കിട്ടുകയുള്ളൂ. കാരണം ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു വലിയ അപകടകരമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ ഒന്ന് സംഘർഷമാണ്. സംഘർഷം വ്യാപിക്കുന്നതിൻ്റെ തീരുന്നതിൻ്റെ അല്ല, വ്യാപിക്കുന്നതിൻ്റെ സൂചനകളാണ് വരുന്നത്. അതോടൊപ്പം ഭാരതം ഈ പറയുന്ന ലോകം മുഴുവൻ, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ചൈനയും ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ മാൽഡീവ്സ് പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ പോലും പെട്രോളിന് വില കൂട്ടിയപ്പോൾ ഇവിടെ പെട്രോളിന് വില കൂട്ടാതെ വലിയ ക്ഷാമമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് ഓടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ രാജ്യത്തെ ഒരു സ്ഥിരതയാണ് അത് കാണിക്കുന്നത്. എത്ര വലിയ ഷോക്ക് വന്നാലും അതിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ രാജ്യത്തിനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് രാജ്യം ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഭീകരവാദികളും രാജ്യവിരുദ്ധരും നടത്തുന്നത്. അവരെ സഹായിക്കാൻ രാജ്യത്തിനുള്ളിൽ തന്നെ വിധ്വംസക ശക്തികൾ വേറെ ഉണ്ട് താനും. അപ്പോൾ ജാഗ്രതയോടെ ഇരിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്തായിരുന്നു ഈ ഭീഷണി, എന്താണ് ഈ ഭീഷണി, അതിനെ എങ്ങനെ ചെറുത്തു നിൽക്കുന്നു എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. നമസ്കാരം.